ചേട്ടൻ്റെ കടയിലേക്ക് പോകാം. അതെ ശരി. അങ്ങോട്ട് പോക്കണ്ട്. ആ ആ ആ കസ്റ്റമറെ കൊണ്ട് അങ്ങോട്ട് പോക്കണ്ട്. ആ ആ കാണല്ലോ. പോളുണ്ടോ? ആ ഓ ഇതാണ് സംഭവം. ശരി രവിയേട്ട വിഭവങ്ങളൊക്കെ എന്ന് പറയട്ടെ. നമ്മുടെ രവിയേട്ടൻ്റെ അനിയനാണ് കേട്ടോ. ആ നമുക്ക് പോർക്ക് ഫ്രൈ എന്ന് പറഞ്ഞാൽ മസാല ടൈപ്പാണ്. പിന്നെ ഡ്രൈ ഫ്രൈ നമ്മൾ വറുത്ത് കോരുന്ന ബീഫ് ചില്ലി മോഡൽ. ഓക്കെ. ഒരു പോർക്കിൻ്റെ തന്നെ. ഓക്കെ. പിന്നെ നമുക്ക് റിബ് ഇപ്പോൾ വാരിയല്, പോർക്കിൻ്റെ വാരിയല്. പിന്നെ നമ്മൾ പോർക്കിൻ്റെ മീറ്റ് മാത്രം എടുത്ത് ബാർബിക്യൂ. അത് ഗ്രില്ല് ടൈപ്പാണ്. അതായത് വാരിയല് ഗ്രില്ല് ടൈപ്പാണ്. ഇത്രയും വിഭവങ്ങളാണ്. 4 പോർക്കിൻ്റെ 4. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് സുരേഷ്. രവിചേട്ടനാണ് ഫേമസ്. ഓക്കെ. രവിചേട്ടനാണ്. രവിചേട്ടനെ കാണാമെന്ന് പ്രതീക്ഷിച്ചേട്ടനാണ്. ഓക്കെ ശരി മാത്രമാണ്. എനിക്കൊരു മിനിറ്റ് ചെറുപ്പം കാണിച്ചു. ഇവനാ രസം. ഓ ഓടി. ഇവ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് റിബ്. ഓക്കെ. വാരിയല് അത് കുക്കറിൽ വേവിക്കും. വേവിച്ചിട്ട് പിന്നെ ഗ്രില്ല് ചെയ്യും. അതായത് തീയിൽ ഗ്രില്ല് ചെയ്യും. റിബ് നമുക്ക് വളരെ കുറച്ച് കിട്ടുന്നത്. അതുകൊണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 8-10 പീസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് റെഡിയാണ്. ഇന്ന് ഭാഗ്യമുണ്ട്. ഇന്ന് എന്നാ വെച്ചാൽ സ്കൂൾ തുറക്കുന്ന ദിവസം. അതെ. അതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറഞ്ഞു. ഈ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ തിരക്കാണ്. അപ്പോൾ 2 ലെമൺ ടീ. ഞാനങ്ങനെ ചോറും പോർക്ക് റിബും പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ഫ്രൈയും പോർക്ക് ഫിംഗർ ഫ്രൈയും അവരെനിക്ക് തന്നു. രവിയേട്ടൻ വന്നിരിക്കുന്നു. നമുക്ക് കേരളത്തിൽ എവിടെയും പന്നിക്കടയാന്നതില്ല. ഇല്ലില്ല. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ വെക്കത്തോലുമില്ല. എവിടെയില്ല പന്നിക്കട. ഒരു സ്ഥലത്തില്ല. അത് പന്നിയുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണും. കൽഷപ്പയിലായെങ്കിൽ എല്ലാം പോത്തും എല്ലാ സാധനം ഉണ്ടാവും. ഇതങ്ങനെ ഇത് പന്നി മാത്രമായിട്ട് ഉള്ള വരുന്നത്. അതാ ഉദ്ദേശിച്ചത്. അതിങ്ങനെ ചെറിയൊരു കടയായിട്ട് നമ്മൾ തുടങ്ങി. ഏത് വർഷം? അതിപ്പോൾ 10-11 വർഷമായി തുടങ്ങി. 11 വർഷത്തോളം ഇപ്പോൾ ഉഷാറായി. അടിപൊളി. എല്ലാവരും വന്ന് കണ്ടു കഴിച്ചു. ചുമ്മാ ഒരു ആശയം. ഞാൻ വീട്ടിലിരുന്ന് കഴിക്കുന്നല്ലേ. വീട്ടിലുണ്ടാക്കുന്ന സംഭവം പുറത്തുനിന്ന് കൊടുക്കുന്നു. അങ്ങനെ ഐഡിയ തോന്നി. 11 വർഷം മുന്നേ ഉള്ള ഐഡിയ. ചുമ്മാ ഒരു ഐഡിയ. ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഈ കാണുന്ന സെറ്റപ്പൊക്കെ അപ്പോൾ ആയതാ? ഇത് കഴിഞ്ഞിട്ടായതാ. അത് എത്ര വർഷം? ഒരു 4 വർഷം 5 വർഷമായിരുന്നു. വീട്ടിൽ എത്ര മക്കളൊക്കെ ഉണ്ട്? ഒരു മോനും ഒരു മോളും. വളരെ സന്തോഷമുണ്ട് ചേട്ടാ. എനിക്കിങ്ങനെ രവി ഇതിൻ്റെ ഈ അതല്ല ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ സ്വന്തമായിട്ട് തന്നെ ഈ കുക്കിംഗ് എല്ലാം അതിൻ്റെ എരിവും പുളിയും എല്ലാം. അപ്പോൾ ഷെഫാണ്. ഷെഫെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്വന്തം. വളരെ സന്തോഷം.
നമുക്കൊന്നുകൂടെ നോക്കാം. അങ്ങനെ രവിയേട്ടൻ്റെ അനിയൻ സുരേഷ് ഏട്ടനും നമ്മൾ കണ്ട് സന്തോഷം നിറഞ്ഞ അനുഭവമായിരുന്നു. അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടത് കഴിക്കുന്നത്. അല്ല, പോർക്കിൻ്റെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്ര കൂടുതൽ. റിബാണ് പോർക്കിൻ്റെ റിബ്. അതെന്നാന്നറിയോ, ഇതിന് മസാലയാണ് നമ്മുടെ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന മസാല. നമ്മൾ മല്ലിയും മുളകും ഒക്കെ കൊണ്ടുവന്ന് പൊളിച്ച് നമ്മുടെ ഒരു പിന്നെ പറമ്പിലെ സാധനങ്ങളൊക്കെ കൂട്ടി ഷെഫുകളില്ലാണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. നാടൻ മസാലയാണ് എൻ്റെ പ്രത്യേകത അല്ലേ? മസാലയാണ് ഒരു പിന്നെ ഒരു പുതിയ സാധനം ഇനി നമ്മൾ പിന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോട് പിടിക്കും. കാരണം ഏതാ ഷൂട്ടാവണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊരു ഫ്രൈ എടുത്തു വെച്ച് അത് വലിയ കുഴപ്പമില്ലാതെ നല്ല കൂടെയൊക്കെ മസാല മേടിച്ചു നോക്കി. ഇപ്പോൾ ഏകദേശം 3-4 വിഭവങ്ങളുണ്ടല്ലേ, 5 വിഭവങ്ങളുണ്ട്. മസാലയൊക്കെ മേടിച്ച് പോയിട്ട് ഒന്നും സൂട്ടാവില്ല. എന്നിട്ട് പിന്നെ നമ്മളൊരു വേട്ട സ്വന്തമായിട്ട് അത് കഴിഞ്ഞിട്ട് ചില്ലിക്ക് എത്രയോ അതിൻ്റെ മസാലകൾ അതിൻ്റെ പിടിച്ച് കൊണ്ട് മസാല കിട്ടി. അതുപോലെ ബാർബിക്കിന് മാസങ്ങളെടുത്തു. ബാർബിക്ക് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സെലക്ട് ചെയ്ത പന്നീനെ മാത്രം പിടിച്ച്. അപ്പോൾ സെലക്ട് ചെയ്ത പന്നികളെ മാത്രമേ നിങ്ങൾ കണ്ടിക്കത്തുള്ളൂ? അതെ. അതെങ്ങനെ, എവിടെ സെലക്ട് ചെയ്യും? അതെന്ന് പറഞ്ഞാൽ ഫാമിൻ്റെ പുൽപ്പള്ളി മുളവലി ബേച്ചാണ്ട് ഫാമിൽ ഇഷ്ടംപോലെ പന്നിയില്ല. അപ്പോൾ തരം തിരിച്ച് നമുക്ക് എടുക്കാം. അതായത് ഈ മീഡിയം പന്നി കിട്ടണം. മൂത്ത പന്നി പറ്റില്ല, ഇളം പന്നി പറ്റില്ല. ചില്ലിക്കും ബാർബിക്കും മൂത്ത പന്നിയേ പറ്റില്ല. ഇപ്പം ഞാൻ കഴിച്ചതോ, ഞാൻ ആ പന്നിയുടെ റിപ്പ് കഴിച്ചില്ലേ, അത് മീഡിയം പന്നിയായിരിക്കണം. അതൊരു മുറ്റിയതാവാൻ പാടില്ല, ഇളയതും പറ്റില്ല. ഓക്കെ, മീഡിയം ലെവലുള്ള പന്നിയുടെ റിപ്പാണ് ഞാൻ കഴിച്ചത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇറച്ചി നല്ലത് കിട്ടുക, നല്ല വേവിക്കും. പന്നി പ്രത്യേകിച്ച്, അതായത് നമ്മൾ ഉരുക്കി നെയ്യൊക്കെ എടുത്ത് വറുത്ത് കറി വെച്ചെടുക്കുന്നു. സന്തോഷം, താങ്ക് യു. അതുപോലെ നമുക്ക് ഒരു ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഫ്രൈ അപ്പോൾ ഒരു കിലോയിൽ കൊടുക്കുന്നത്. 1 കിലോയ്ക്ക് നമുക്ക് 3 ഫ്രൈ ആവും. ആ രീതിയിലാണ് ക്വാണ്ടിറ്റി ഒരു വളപ്പ്. ചില്ലിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കിട്ടും. ബോൾ മാറ്റി സ്കിന്നൊക്കെ മാറ്റി വറുത്ത് പോരുമ്പോൾ ഉണ്ടാവില്ല. പന്നി വയ്ക്കുന്നവർക്ക് അറിയുള്ളൂ. അതിന് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരുന്നു അത്. റിബ് എന്ന് പറഞ്ഞാൽ 550 ഗ്രാമുള്ള ഈ പച്ച ഇറച്ചിയാണ് ഇത്രയും വലിപ്പമായത്. അപ്പോൾ ഉരുകി നെയ്യൊക്കെ പോയി വന്നിട്ടുണ്ട്. 550 ഗ്രാമാണ് ഞാൻ കഴിച്ചത്. അതാണ് ഈ ചെറുതായി വരുന്നത്. വെന്ത് കഴിയുമ്പോൾ പന്നി ഇറച്ചി ഇല്ല. മനസ്സിലായി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഇനിയും വരും. വളരെ സന്തോഷം, താങ്ക് യു. നമ്മൾ 2 ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് ഞാൻ അങ്ങനെ സ്ഥലം കാലിയാക്കിയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇനി വരാം. അത് ചോദിക്കാൻ പറഞ്ഞു, ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട്? സ്റ്റാഫ് 10 പേരാണ്. 10 പേര്. പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ ചേട്ടാ, കാത്തു നിന്നതിൽ വളരെ സന്തോഷം. എനിക്ക് വേണ്ടി പിന്നെയും വന്നല്ലോ. താങ്ക് യു. നമ്മുടെ സിദ്ദിഖേട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കി. എത്ര വർഷമായി ഓട്ടോ ഓടിച്ചു തുടങ്ങിയിട്ട്? 6 വർഷം. ഓ ശരി, നമുക്ക് പോവാം. വയനാട് വരുമ്പോൾ ഇത് രവിയേട്ടൻ്റെ കടയിൽ പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഇന്നത് സാധിച്ചു. വളരെ സമയം പോകുന്ന ഒരു ഏറിയാണ് കേട്ടോ. ഫുഡ് നിങ്ങൾക്ക് സമയം ഒരുപാടുണ്ടെങ്കിൽ, ഒരു ദിവസം ജോലിയുടെ സംബന്ധിച്ച് തിരക്കാണെങ്കിൽ, അവർക്ക് ഒഴിവാകുന്ന ദിവസമാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോകുന്നതിന് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ സമയം സ്പെൻഡ് ചെയ്യാം. ഞാൻ പിന്നെ കൂടുതൽ ഒരുപാട് കഴിക്കാറില്ല, ലിമിറ്റഡ് ആണ് കഴിച്ചത്. വളരെ സന്തോഷം, താങ്ക് യു.